അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 8 താരീഖുൽ ഇസ്ലാമിലെ 11ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കണം. അൽ വഹദത്തുൽ ഹാദിയത്ത് അഷർ, 11ാമത്തെ പാഠം, റോമിലെ വിജയങ്ങൾ. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക. 1. ബൈത്തുൽ മഖ്ദിസിലാണ് വിശുദ്ധ പള്ളിയായ ഡാഷ് സ്ഥിതി ചെയ്യുന്നത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മസ്ജിദുൽ അഖ്സ. ബൈത്തുൽ മഖ്ദിസിലാണ് വിശുദ്ധ പള്ളിയായ മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത്. 2. ഈജിപ്ത് കീഴടക്കാൻ പുറപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഡാഷ് യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 12,000. ഈജിപ്ത് കീഴടക്കാൻ പുറപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം 12,000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അടുത്ത പേജ് നോക്കൂ. 3. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജർ ബീവിയുടെ നാട് ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഈജിപ്ത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജർ ബീവിയുടെ നാട് ഈജിപ്താണ്. 4. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിയത് ഡാഷ് മതക്കാരനായ ഒരു ദാസനായിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് പാഴ്സി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിയത് പാഴ്സി മതക്കാരനായ ഒരു ദാസനായിരുന്നു. 5. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഡാഷ് സന്താനങ്ങൾ ഉണ്ടായിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 13. ഉമർ റളിയല്ലാഹു അൻഹുവിന് 13 സന്താനങ്ങൾ ഉണ്ടായിരുന്നു. 6. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ ഡാഷ് വർഷത്തിലാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 23. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 23 വർഷത്തിലാണ്. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം ചേറുംപടി ചേർക്കുക. അതിൽ 1. ഡമസ്കസ് കീഴടക്കി. 2. അജ്നാദൈൻ കീഴടക്കി. 3. മദീനയിൽ രക്തസാക്ഷിയായി. 4. ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റപ്പോൾ നിസ്കാരം പൂർത്തിയാക്കി. ഇപ്പുറത്ത് നോക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. സി. അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഡി. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. ഡമസ്കസ് കീഴടക്കി. ശരിയുത്തരം സി. അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. 2. അജ്നാദൈൻ കീഴടക്കി. ശരിയുത്തരം ഡി. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. 3. മദീനയിൽ രക്തസാക്ഷിയായി. ശരിയുത്തരം എ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 4. ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റപ്പോൾ നിസ്കാരം പൂർത്തിയാക്കി. ശരിയുത്തരം ബി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. സി, ഡി, എ, ബി. ചേറുംപടി ചേർക്കുക എന്നതിൽ ബി. 1. കിഴക്കൻ റോം സാമ്രാജ്യമായിരുന്നു. 2. പലസ്തീനിന്റെ തലസ്ഥാനമായിരുന്നു. 3. ഹിജ്റ 20 വർഷം മുസ്ലിങ്ങൾ കീഴടക്കി. 4. റോം ചക്രവർത്തി പലായനം ചെയ്ത നാട്. ഇപ്പുറത്ത് നോക്കൂ. ബൈത്തുൽ മഖ്ദിസ്. ബി. ഈജിപ്ത്. സി. കോൺസ്റ്റാന്റിനോപ്പിൾ. ഡി. ബൈസന്തിയ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. കിഴക്കൻ റോം സാമ്രാജ്യമായിരുന്നു. ശരിയുത്തരം ഡി. ബൈസന്തിയ. 2. പലസ്തീനിന്റെ തലസ്ഥാനമായിരുന്നു. ശരിയുത്തരം എ. ബൈത്തുൽ മഖ്ദിസ്. 3. ഹിജ്റ 20 വർഷം മുസ്ലിങ്ങൾ കീഴടക്കി. ശരിയുത്തരം ബി. ഈജിപ്ത്. 4. റോം ചക്രവർത്തി പലായനം ചെയ്ത നാട്. ശരിയുത്തരം സി.
കോൺസ്റ്റാന്റിനോപ്പിൾ. DA BC. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം. ഉത്തരം കണ്ടെത്താം. 1. ഷാം രാജ്യത്തിലെ 5 പ്രവിശ്യകൾ ഏതെല്ലാം? ഉത്തരം ഡമസ്കസ്, നസ്രീൻ, ജോർദാൻ, പലസ്തീൻ, ഹിംസ് തുടങ്ങിയവ. അടുത്ത പേജ് നോക്കൂ. 2. അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു കീഴടക്കിയ പ്രദേശങ്ങൾ ഏതെല്ലാം? ഡമസ്കസ്, ഹിംസ് അടക്കം പല പ്രദേശങ്ങളും കീഴടക്കി നസ്രീൻ പ്രവിശ്യയിലെത്തി. 3. ഷാം കൈവിട്ട റോം ചക്രവർത്തി പലായനം ചെയ്തപ്പോൾ പറഞ്ഞതെന്ത്? ഉത്തരം സിറിയയുമായി വിട, ഇനി ഒരിക്കലും സംഗമിക്കാത്ത വിട എന്നായിരുന്നു റോം ചക്രവർത്തി പറഞ്ഞത്. 4. ബൈത്തുൽ മഖ്ദിസ് ഉപരോധം നീണ്ടപ്പോൾ നടന്ന സന്ധി കരാറിലെ വ്യവസ്ഥകൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം മുസ്ലിങ്ങൾക്ക് ജിസിയ നൽകണമെന്ന നിശ്ചയത്തോടെ സന്ധി നടത്തി അവർക്കും അവരുടെ സമ്പത്തിനും സന്താനങ്ങൾക്കും സ്ത്രീകൾക്കും ചർച്ചുകൾക്കും സംരക്ഷണം നൽകുമെന്ന് കരാർ പത്രികയിൽ രേഖപ്പെടുത്തി. 5. ഈജിപ്ത് കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത വസിയത്ത് എന്തായിരുന്നു? ഉത്തരം മുസ്ലിങ്ങൾ ഈജിപ്ത് കീഴടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി പ്രവചിക്കുകയും അങ്ങനെ കീഴടക്കിയാൽ അവർക്ക് നന്മ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തിരുന്നു. 6. രക്തസാക്ഷിത്വത്തിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത ദുആ എന്തായിരുന്നു? ഉത്തരം അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക വജഅൽ മൗതി ഫീ ബലദി റസൂലിക. അല്ലാഹുവേ, എനിക്ക് നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം നൽകണമേ, എൻ്റെ മരണം നിന്റെ പ്രവാചകന്റെ നാട്ടിലാക്കണമേ. 7. കുത്തേറ്റ് വീണ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിച്ചു. എന്തിന്? ഉത്തരം തന്റെ മരണം ഒരു അമുസ്ലിമിന്റെ കൈക്കായതിലാണ് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിച്ചത്. 8. ഉമർ റളിയല്ലാഹു അൻഹു മകൻ അബ്ദുള്ളയെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് അയച്ചു. എന്തിന്? ഉത്തരം ഹുജ്റത്തു ഷരീഫയിൽ തന്റെ കൂട്ടുകാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ ഖബറടക്കുന്നതിന് സമ്മതം ചോദിക്കാൻ വേണ്ടി. 9. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്ര? ഉത്തരം 10 വർഷവും 6 മാസവും 4 ദിവസവും. 10. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്താനങ്ങളിൽ ആണെത്ര പെൺ എത്ര? ഉത്തരം 13 സന്താനങ്ങളിൽ 9 പുത്രന്മാരും 4 പുത്രിമാരും. അടുത്ത പ്രവർത്തനം ഉപന്യസിക്കുക. 1. ബൈത്തുൽ മഖ്ദിസ് വിജയം. ബൈത്തുൽ മഖ്ദിസ് വിജയം കിഴക്കൻ റോം സാമ്രാജ്യമായ ബൈസന്തിയ സാമ്രാജ്യത്തിന്റെ അധീനത്തിലായിരുന്നു ഷാം രാജ്യവും ഈജിപ്തും. ഷാം അഥവാ സിറിയ അത് വളരെ വിശാലമായിരുന്നു. ഡമസ്കസ്, നസ്രീൻ, ജോർദാൻ, പലസ്തീൻ, ഹിംസ് എന്നിങ്ങനെ 5 പ്രവിശ്യകളായിരുന്നു ഷാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഡമസ്കസ്, ഹിംസ് അടക്കം പല പ്രദേശങ്ങളും കീഴടക്കി നസ്രീൻ പ്രവിശ്യയിലെത്തി. അപ്പോൾ റോം കൈവിട്ടുവെന്ന് ബോധ്യപ്പെട്ട റോം ചക്രവർത്തി അന്താക്യയിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പലായനം നടത്തി. സിറിയയുമായി വിട, ഇനി ഒരിക്കലും സംഗമിക്കാത്ത വിട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പലായനം. പിന്നീട് മുസ്ലിങ്ങൾ ഷാമിൽ മുന്നോട്ട് ഗമിച്ച് ജോർഡാൻ അടക്കം നിരവധി സ്ഥലങ്ങൾ കീഴടക്കി. അസ്നാദൈൻ എന്ന പ്രദേശം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് മുസ്ലിങ്ങൾ കീഴടക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അർത്തബൂൻ എന്ന മഹാസൈന്യാധിപൻ തന്റെ സൈന്യത്തെയുമായി ബൈത്തുൽ മഖ്ദിസിലേക്ക് നീങ്ങി. ബൈത്തുൽ മഖ്ദിസ് പലസ്തീനിന്റെ തലസ്ഥാനമായിരുന്നു. അവിടെയാണ് വിശുദ്ധ പള്ളിയായ മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് ഉണ്ടായത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പലസ്തീനിലെ മറ്റു പട്ടണങ്ങളും ഗ്രാമങ്ങളും കീഴടക്കിയ ശേഷം ബൈത്തുൽ മഖ്ദിസ് പട്ടണത്തിലേക്ക് നീങ്ങി. അർത്തബൂൻ അവിടെ ചെറുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അംർ റളിയല്ലാഹു അൻഹു
പട്ടണം ഏൽപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അർത്തബൂൻ വിസമ്മതിച്ചു. അപ്പോൾ മുസ്ലിങ്ങൾ 4 മാസം ഇടതടവില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ട് ബൈത്തുൽ മഖ്ദിസ് ഉപരോധിച്ചു. ഉപരോധം നീണ്ടപ്പോൾ നാട്ടുകാർ സന്ധിക്ക് തയ്യാറായി. സന്ധി ഖലീഫ മുഖേനയാകണമെന്ന ഉപാധി പ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു വന്നു. അവർ മുസ്ലിങ്ങൾക്ക് ജിസിയ നൽകണമെന്ന നിശ്ചയത്തോടെ സന്ധി നടത്തി. അവർക്കും അവരുടെ സമ്പത്തിനും സന്താനങ്ങൾക്കും സ്ത്രീകൾക്കും ചർച്ചുകൾക്കും സംരക്ഷണം നൽകുമെന്ന് കരാർ പത്രികയിൽ രേഖപ്പെടുത്തി. പിന്നീട് മസ്ജിദുൽ അഖ്സയിൽ പ്രവേശിച്ച് നിസ്കാരം നടത്തി. സന്ധി വിസമ്മതിച്ച അർത്തബൂനും കൂട്ടുകാരും ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഉപന്യസിക്കുക എന്നതിൽ രണ്ടാമത്തത് ഈജിപ്ത് വിജയം. മുസ്ലിങ്ങൾ ഈജിപ്ത് കീഴടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി പ്രവചിക്കുകയും അങ്ങനെ കീഴടക്കിയാൽ അവർക്ക് നന്മ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജർ ബീവിയും തിരുമേനിയുടെ പുത്രനായ ഇബ്രാഹീമിന്റെ ഉമ്മ മാരിയയും ഈജിപ്തുകാരാണെന്നതായിരുന്നു ഈ വസിയത്തിന് കാരണം. ബൈത്തുൽ മഖ്ദിസ് കീഴടക്കിയ ശേഷം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖലീഫയുടെ സമ്മതത്തോടെ 12,000 യോദ്ധാക്കളോട് കൂടി ഈജിപ്തിലേക്ക് നീങ്ങി. അങ്ങനെ ഹിജ്റ 20-ാം വർഷം ഈജിപ്ത് കീഴടക്കി. അർത്തബൂനും കൂട്ടുകാരിൽ ഒരു സംഘവും വധിക്കപ്പെട്ടു. ഈജിപ്ത് മുഴുവനും മുക്കോക്കീസ് ചക്രവർത്തി മുഖേനയുള്ള സന്ധിയിലൂടെയാണ് കീഴടക്കിയത്. അലക്സാണ്ട്രിയ പട്ടണം മാത്രമാണ് യുദ്ധത്തിലൂടെ ജയിച്ചടക്കിയത്. 3. അർത്തബൂൻ എന്ന സൈന്യാധിപന്റെ പലായനവും പര്യവസാനവും. അസ്നാദൈൻ എന്ന പ്രദേശം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് മുസ്ലിങ്ങൾ കീഴടക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അർത്തബൂൻ എന്ന മഹാസൈന്യാധിപൻ തന്റെ സൈന്യത്തെയുമായി ബൈത്തുൽ മഖ്ദിസിലേക്ക് നീങ്ങി. ബൈത്തുൽ മഖ്ദിസ് പലസ്തീനിന്റെ തലസ്ഥാനമായിരുന്നു. അവിടെയാണ് വിശുദ്ധ പള്ളിയായ മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് ഉണ്ടായത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പലസ്തീനിലെ മറ്റ് പട്ടണങ്ങളും ഗ്രാമങ്ങളും കീഴടക്കിയ ശേഷം ബൈത്തുൽ മഖ്ദിസ് പട്ടണത്തിലേക്ക് നീങ്ങി. അർത്തബൂൻ അവിടെ ചെറുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അംർ റളിയല്ലാഹു അൻഹു പട്ടണം ഏൽപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അർത്തബൂൻ വിസമ്മതിച്ചു. അപ്പോൾ മുസ്ലിങ്ങൾ 4 മാസം ഇടതടവില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ട് ബൈത്തുൽ മഖ്ദിസ് ഉപരോധിച്ചു. ഉപരോധം നീണ്ടപ്പോൾ നാട്ടുകാർ സന്ധിക്ക് തയ്യാറായി. സന്ധി ഖലീഫ മുഖേനയാകണമെന്ന ഉപാധി പ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു വന്നു. അവർ മുസ്ലിങ്ങൾക്ക് ജിസിയ നൽകണമെന്ന നിശ്ചയത്തോടെ സന്ധി നടത്തി. അവർക്കും അവരുടെ സമ്പത്തിനും സന്താനങ്ങൾക്കും സ്ത്രീകൾക്കും ചർച്ചുകൾക്കും സംരക്ഷണം നൽകുമെന്ന് കരാർ പത്രികയിൽ രേഖപ്പെടുത്തി. പിന്നീട് മസ്ജിദുൽ അഖ്സയിൽ പ്രവേശിച്ച് നിസ്കാരം നടത്തി. സന്ധി വിസമ്മതിച്ച അർത്തബൂനും കൂട്ടുകാരും ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ബൈത്തുൽ മഖ്ദിസ് കീഴടക്കിയ ശേഷം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖലീഫയുടെ സമ്മതത്തോടെ 12,000 യോദ്ധാക്കളോട് കൂടി ഈജിപ്തിലേക്ക് നീങ്ങി. അങ്ങനെ ഹിജ്റ 20-ാം വർഷം ഈജിപ്ത് കീഴടക്കി. അർത്തബൂനും കൂട്ടുകാരിൽ ഒരു സംഘവും വധിക്കപ്പെട്ടു. 4. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം. മദീനയിൽ രക്തസാക്ഷിത്വം വരിക്കണമെന്ന് അഭിലഷിക്കുന്ന ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണാം: അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക വജഅൽ മൗതി ഫീ ബലദി റസൂലിക. അല്ലാഹുവേ, എനിക്ക് നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം നൽകണമേ. എൻ്റെ മരണം നിന്റെ പ്രവാചകന്റെ നാട്ടിലാക്കണമേ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. രക്തസാക്ഷ്യത്തിന് അള്ളാഹു സാഹചര്യം ഒരുക്കിക്കൊടുത്തു. ഒരു ദിവസം സുബ്ഹ് നിസ്കാരത്തിന് ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മിഹ്റാബിൽ നിന്നപ്പോൾ പാഴ്സി മതക്കാരനായ ഒരു ദാസൻ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് 6 തവണ കുത്തി. അവന് പിടികൂടിയെങ്കിലും അവൻ ആത്മഹത്യ ചെയ്തു കളഞ്ഞു. ഖലീഫയുടെ കൽപ്പന പ്രകാരം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്ന് ജനങ്ങളെയുമായി ലഘുവായ രീതിയിൽ നിസ്കാരം നിർവഹിച്ചു.
കുത്തേറ്റ് വീണ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. തന്റെ മരണം ഒരു അമുസ്ലിമിന്റെ കൈക്കായതിൽ അദ്ദേഹം അള്ളാഹുവെ സ്തുതിച്ചു. 5. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. ജാഹിലിയ കാലത്ത് 3 ഇസ്ലാമിനു ശേഷം 4 വിവാഹങ്ങൾ നടത്തി. 7 പേരിൽ 4 പേരുടെ വിവാഹബന്ധവും വേർപ്പെടുത്തുകയുണ്ടായി. 13 പേരാണ് സന്താനങ്ങൾ. 9 പുത്രന്മാരും 4 പുത്രിമാരും. അവരിൽ 2 പേർ ദാസിമാരിൽ നിന്നുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഒരാളായ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിമാരിൽ ഒരാളാണ്. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.